ഗോപിഷൻ അതുതന്നെയാണ് ഇതുവരെയും നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യം ഷിരൂരിലെ അപകടത്തെക്കുറിച്ചാണ്. അതായത് എനിക്ക് മുന്നിൽ കാണുന്ന ഗംഗാവലി പുഴയുടെ അപ്പുറത്ത് ആ രക്ഷാപ്രവർത്തനമൊക്കെ നടക്കുന്ന ആ ഷിരൂർ ഭാഗത്തെ മലയിടിച്ചിലും അതിനെ തുടർന്ന് അവിടെ ഉണ്ടായ അപകടങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തത്. പക്ഷേ അതിലപ്പുറം പുറം ലോകം അറിയാത്ത കുറെ കഥകൾ ഇവിടെയുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അങ്കോള താലൂക്കിലെ ഒളവറയിലാണ്. അതായത് ഈ പുഴയ്ക്ക് മറുകര നമുക്ക് നേരെ നോക്കിയാൽ ആ അപകടം നടന്ന സ്ഥലം കാണാൻ കഴിയും. ആ അപകടത്തിൽ നിന്ന് മണ്ണ് താഴേക്ക് വീണ് ഈ പുഴയുടെ ഏകദേശം നടുഭാഗത്തോളം എത്തിയിട്ടുണ്ട്. അങ്ങനെ പുഴ ഗതി മാറി ഇപ്പുറത്തെ വശത്തേക്ക്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വശത്തേക്ക് ഗതി മാറി ഒഴുകുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായത്. ആ ഒരു അപകടത്തിന്റെ ഒരു അവസ്ഥ, ഭയാനകമായ അവസ്ഥ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ മുന്നിൽ കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ ഗോപികൃഷ്ണൻ വീടുകളുണ്ടായിരുന്നു. ആ വീടുകളൊക്കെ ഈ പുഴയിൽ ഒലിച്ചുപോയി. ഒരു സ്ത്രീ മരിച്ചു. ആ സ്ത്രീയുടെ മൃതദേഹം ഇന്നാണ്, 62-കാരിയുടെ മൃതദേഹം ഇന്നാണ് ലഭിച്ചത്. അത്രത്തോളം ഭയാനകമായ അവസ്ഥയാണ് നമുക്ക് ഇവിടെ ഓരോ സ്ഥലത്തും കാണാൻ കഴിയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാൻ കഴിയും. നമുക്ക് ആ തൊട്ടപ്പുറത്ത് ബൊമ്മാനന്ദ, നമ്മളോട് പ്രതികരിച്ച ബൊമ്മാനന്ദ, അദ്ദേഹം ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീടാണ് ആ തൊട്ടപ്പുറത്ത് കാണുന്നത്. ആ വീടിന്റെ ഒരു ദയനീയ അവസ്ഥ, അദ്ദേഹം നമ്മളോട് കരയുകയാണ് നമ്മളെ കാണുമ്പോൾ. കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ പുറം ലോകം അറിയില്ലായിരുന്നു. ഞങ്ങളുടെ വീടും സകല സമ്പാദ്യങ്ങളുമൊക്കെ നഷ്ടപ്പെട്ടു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് നദി എടുത്തുകൊണ്ടുപോയി, ആ വെള്ളത്തിൽ ഒലിച്ചുപോയി. ആ വീടിന്റെ ഒരു അവസ്ഥയാണ്. ഇരുചക്ര വാഹനങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഇരുചക്ര വാഹനത്തിന്റെ അപ്പുറത്ത് ഇവിടുത്തെ ഒരു അമ്മ നിൽപ്പുണ്ട്. ഇതൊക്കെ കണ്ട് കണ്ണു നിറഞ്ഞു നിൽപ്പുണ്ട്. ഭയാനകമായ അവസ്ഥയാണ്. ഈ വീടും സ്ഥലവുമൊക്കെ നദി എടുത്തുകൊണ്ടുപോയി. ഏകദേശം 30ഓളം വീടുകൾ ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു. അതിൽ 6 വീടുകൾ പൂർണ്ണമായും തകർന്നു. ഒരാൾ മരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അത്രത്തോളം ഭീകരമായൊരു അവസ്ഥയാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ ആരും ഇവിടെ തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങൾക്ക് വീട് വെച്ച് തരാമെന്നൊക്കെ സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും കാലമായിട്ടും അതിലൊന്നും ഇത്രയും ദിവസമായി യാതൊരു വിധത്തിലുള്ള നടപടികളൊന്നും ആയിട്ടില്ല. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഈ സമ്പാദ്യമൊക്കെ നഷ്ടമായി, ഭക്ഷണ സാധനങ്ങളൊക്കെ നഷ്ടമായി. ആരും സഹായവുമായി ഇവിടേക്കൊന്നും എത്തിയിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കേരളത്തിലുള്ള മാധ്യമപ്രവർത്തകർ ഇവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ പുറം ലോകം അറിയില്ലായിരുന്നു എന്നാണ് ഈ ബൊമ്മാനന്ദ നമ്മളോട് വ്യക്തമാക്കിയത്. ഒപ്പം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ ഈ സ്കൂബ ടീമിന്റെ തെരച്ചിൽ ഇപ്പോൾ നാവികസേനയും അതുപോലെ തന്നെ ആർമിയും തെരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അവർ ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ആധുനിക യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട് കൂടുതൽ തെരച്ചിൽ ഇപ്പോഴും ഇവിടെ നടക്കണം. ആ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ ആ സ്ഥലത്ത് ഇപ്പോഴും കരഭാഗത്തെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും കരഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്നത് നിർത്തിയിട്ടില്ല. ഇപ്പോഴും കൂടുതൽ JCB അവിടേക്ക് എത്തിക്കുന്നുണ്ട്, കൂടുതൽ ലോറികൾ എത്തിക്കുന്നുണ്ട്. ഒപ്പം രക്ഷാപ്രവർത്തകർ, ഇന്ത്യൻ ആർമിയുടെ ഒരു സംഘം അവിടെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ ഈ മലയാളികളായ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആളുകൾ സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരു ഷേപ്പിലുള്ള കർവുണ്ട് ഗോപികൃഷ്ണൻ. അതിനടിയിൽ ഈ വാഹനം പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അതിനുള്ള ഒരു സാധ്യത കുറവാണ്. പക്ഷേ ഈ രക്ഷാപ്രവർത്തകർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അതിനടിയിൽ ഈ വാഹനം പെട്ടിട്ടുണ്ടാവാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നടക്കുന്ന തിരച്ചിൽ അത് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ നടത്തുന്ന തിരച്ചിലാണോ, അതോ ഈ പറയുന്ന സോണാർ പോലെയുള്ള ഈ റഡാർ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനകളും ഇതിനോടൊപ്പം നടക്കുന്നുണ്ടോ? ഗോപീഷൻ, ആദ്യഘട്ടത്തിൽ ഈ റഡാർ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ആദ്യഘട്ടത്തിൽ ഇവർ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഏതെങ്കിലും രീതിയിലുള്ള ഒരു ലോഹ സാന്നിധ്യം കണ്ടെത്തുകയാണെങ്കിൽ, പുഴയിൽ കണ്ടെത്തുകയാണെങ്കിൽ, ഇന്നലെ 40 മീറ്റർ അകലെ കണ്ടെത്തിയെന്ന് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇന്നും അതേ രീതിയിൽ കണ്ടെത്തുകയാണെങ്കിൽ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തും. തുടർന്ന് ഈ പരിശോധന നടത്തും. പക്ഷേ ഗോപികൃഷ്ണൻ, ആ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ആ പുഴയ്ക്ക് നടുഭാഗത്തേക്ക്, അതായത് ഈ വെള്ളത്തിന് മുകളിലാണ് ഇപ്പോൾ ഈ മണ്ണും പാറക്കല്ലുകളും ഒക്കെ കിടക്കുന്നത്. അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇതിനടിയിലുള്ള ഈ ലോഹ സാന്നിധ്യം അല്ലെങ്കിൽ ഈ വാഹനം കിടക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തെടുക്കുക എന്നത് വളരെയേറെ പ്രയാസകരമായ കാര്യമാണ്. എത്രത്തോളം ദുഷ്കരമായ ഒരു സാഹചര്യമാണ് എന്നതിനൊരു ഒറ്റ തെളിവ് ഇപ്പോൾ തന്നെ ഗംഗാവാലി പുഴ അതിന്റെ ദിശ മാറി ഒഴുകി തുടങ്ങിയിരിക്കുന്നു എന്നാണ് അരുൺ പാറക്കൽ റിപ്പോർട്ട് ചെയ്യുന്നത്. തൊട്ടപ്പുറത്തുള്ള ദേശീയപാതയ്ക്ക് മറുപുറത്തുള്ള കുന്ന് ഇടിഞ്ഞു വീണ് അത് പൂർണ്ണമായും ഒലിച്ചിറങ്ങി പാറക്കെട്ടുകളും ചെളിയുമായി നേരെ ഇറങ്ങിയിരിക്കുന്നത് പുഴയിലേക്കാണ്. ആ മൺകൂന പുഴയിലേക്ക് ആണ്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുഴയുടെ ദിശ മാറി
ഒഴുകിയിരിക്കുന്നു. ഈ മൺകൂനയ്ക്കടിയിൽ എവിടെയെങ്കിലും അർജുനും ലോറിയും ഉണ്ടെങ്കിൽ എങ്ങനെ കണ്ടെത്തും എന്ന ചോദ്യം ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. അത്രമാത്രം പ്രതിസന്ധി നിറഞ്ഞ ഒരു രക്ഷാദൗത്യമാണ് ഇനി നടക്കാനിരിക്കുന്നത്. അവിടെ ഈ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് പരിശോധന നടത്തേണ്ടി വരും. ഈ സോണാർ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച്, ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനകൾ നടത്തേണ്ടി വരും. എന്തെങ്കിലും ഒരു സൂചന അരുണിനെക്കുറിച്ചും ആ വാഹനത്തെക്കുറിച്ചും കിട്ടുമോ എന്ന് ഇനി അവസാനമായി ആ പ്രതീക്ഷകൾ മുഴുവൻ നിൽക്കുന്നത് ഗംഗാവാലിയിൽ നടത്താനിരിക്കുന്ന പരിശോധനകളിലാണ്. നാവികസേനയുടെ പ്രത്യേക സംഘം നടത്തുന്ന പരിശോധനകൾ, അതിൻ്റെ മോഡസ് ഓപ്പറാൻഡി, അത് ഏത് സ്വഭാവത്തിലുള്ളതായിരിക്കണം ആ പരിശോധന എന്നത് ഇനിയും വ്യക്തമാകാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഒരേ സമയം തന്നെ ഈ ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ, അതോടൊപ്പം തന്നെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ, അങ്ങനെ 2-3 മുഖങ്ങളുള്ള ഒരു രക്ഷാ പരിശോധന ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളായിരിക്കും ഗംഗാവാലിയിൽ നടക്കാൻ പോകുന്നതെന്നാണ് അരുൺ പാറക്കൽ നൽകുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും 8ാം ദിവസത്തിലെങ്കിലും അർജുനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ മണിക്കൂറിൽ.